നമുക്കൊരു തമിഴ്നാട് സ്റ്റൈൽ മീൻകറി നോക്കാവേ. ഇതെനിക്ക് എൻ്റെ തമിഴ്നാട്ടിലുള്ള ഫ്രണ്ട് പറഞ്ഞു തന്നത് അവർ വെക്കുന്നൊരു രീതിയാണ്. കുറച്ച് ഡിഫറെൻ്റായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആദ്യം ഒരു ചട്ടി എടുത്ത് അതിൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക്, നമ്മൾ നോർമലി ഇടുന്നത് പോലെ കടുക് ഇടുക. അതിനുശേഷം ആ വെളിച്ചെണ്ണയിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആ ഒരു എണ്ണയിൽ വീണ്ടും വഴറ്റിയെടുക്കാവേ. എന്നിട്ട് നല്ല ചൂടുള്ള പച്ചവെള്ളം ഉണ്ടല്ലോ, അതും കൂടി, പച്ചവെള്ളം ചൂടാക്കിയതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയും പിന്നെ ഉള്ളിയും ഉണ്ടല്ലോ, സവാളയും കൂടി മിക്സിയിലിട്ട് അടിച്ചതാണ്. അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനിയാണ് ഇവർ ആഡ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ളിൽ നമ്മൾ നോർമലി ഓയിലിൽ തന്നെയാണല്ലോ ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. പക്ഷേ ഇവർ തിരിച്ചാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പുളിയുണ്ടല്ലോ, കുടംപുളി, അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കുടംപുളി ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണേ. തിളപ്പിച്ചതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനും ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ഈ തമിഴ്നാട് സ്റ്റൈൽ മീൻകറി റെഡി ആവുമേ. ഇത് അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വെച്ച് നോക്കി കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മസാല തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കണേ. അപ്പം മീൻ ഒരുപാട് വെന്തുടഞ്ഞ് പോകത്തില്ല കേട്ടോ.